വയനാട് എരനല്ലൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് വനംവകുപ്പ്. കടുവയെ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അനുകൂല സാഹചര്യമാണെങ്കിൽ മയക്കുവെടി വെക്കുമെന്ന് DFO അറിയിച്ചു. അതേസമയം ഇന്നലെ കടുവയെ നേരിൽ കണ്ടതായി പ്രദേശവാസി ജനം ടിവിയോട് പറഞ്ഞു. വയനാട് നിന്നും അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കാണുന്ന പ്രദേശത്തായിരുന്നു കടുവ കിടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു ചെറിയ വയൽ കാണുന്നുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൈതക്കാടുണ്ട്. ആ കൈതക്കാടിന്റെ ഉള്ളിലാണ് ആ കടുവ കിടന്നിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് കടുവയെ തുരത്തുവാനുള്ള ഒരു ശ്രമം വനംവകുപ്പ് തുടങ്ങിയത്. പക്ഷേ പടക്കം പൊട്ടിച്ചൊക്കെ തുരത്തിയെങ്കിലും കടുവ തൊട്ടപ്പുറത്തുള്ള 2 കിലോമീറ്റർ അപ്പുറത്തുള്ള വനത്തിലേക്ക് പോകുമെന്നുള്ള ഒരു നിരീക്ഷണത്തിലായിരുന്നു വനംവകുപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ അത് സാധിച്ചില്ല. തുടർന്ന് പിന്നീട് കടുവ ജനവാസ മേഖല തൊട്ടപ്പുറത്തുള്ള എരനല്ലൂർ ഭാഗത്തേക്കുള്ള ജനവാസ മേഖലയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ തന്നെയും കടുവയെ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വ്യക്തി, അതായത് അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കടുവ ഉണ്ടായിരുന്നത്. അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്? കഴിഞ്ഞ ദിവസം കണ്ടെന്ന് വെച്ചാൽ ഞങ്ങളവിടെ നിൽക്കായിരുന്നു. അപ്പോൾ സാറുമാർ ഇവിടെ സാധനം ഇല്ലെന്ന്, അങ്ങനെ അതിൽ വന്ന് ഇതിലൊക്കെ നോക്കി അവർ പോകാനുള്ള അവരെല്ലാം നല്ല അധ്വാനിച്ചേക്ക്. അങ്ങനെ വന്ന് അവിടുന്ന് ഇങ്ങനെ കുപ്പിൻ്റെ ഇതൊക്കെ എടുത്ത് കൊട്ടിക്കൊണ്ട് വന്ന് അവിടെ എത്തിയപ്പോൾ സാധനം എണീച്ച് തെങ്ങിൻ്റെ കൊടുത്തു. അവിടെ നിന്ന് ഓടി നേരെ വന്ന് അത് മുലക്കുന്നു. വീണ്ടും എല്ലാം കൂടി ഇതാക്കുമ്പോൾ വീണ്ടും അങ്ങോട്ട് പോയി, തിരിച്ചു പോയി. ചേട്ടൻ കണ്ടു? ഞങ്ങൾ കണ്ടു. ഞാനതായി വീട്ടുകാരും ഞങ്ങൾ ഇവിടെ നിൽക്കായിരുന്നു. ഇവിടെ നേരെ കടന്നു ഇങ്ങോട്ട്. കണ്ടിട്ട് വലിയ കടുവ തന്നെയാണ്. വലിയ കടുവയാ. ഇത്ര പൊക്കോണ്ട് ഇത്ര നീട്ടുണ്ടോ സാധനം? ഭയപ്പാടിലാണോ? ചോപ്പ് ഭയപ്പാടൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പേടി അങ്ങനെ? അയ്യേ, നമുക്കത് പേടിയൊന്നുമില്ല. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കടുവ ഈ ഒരു സ്ഥലത്ത്, നമ്മളിപ്പോൾ കണ്ട ആ സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഇവരടക്കം, ഈ ചേട്ടനടക്കം മറ്റുള്ള ആളുകളൊക്കെ ഈ ഒരു പ്രദേശത്ത് കടുവയെ കണ്ടിരുന്നു, കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇന്ന് എന്തായാലും പഴുതടച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് അല്ലെങ്കിൽ തെരച്ചിലാണ് എല്ലാ സ്ഥലത്തും അവലംബിക്കുന്നത്. 100ഓളം വനപാലകർ ഇതിനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടുവയെ കണ്ടു കഴിഞ്ഞാൽ ആ സാഹചര്യം ഒത്തു വന്നു കഴിഞ്ഞാൽ പിന്നീട് കടുവയെ മയക്കുവെടി വെക്കും എന്നു തന്നെയാണ് നമ്മളോട് DFO അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത്.